Hello all. Today we are going to discuss about the interaction of radiation with matter. First of all, we will discuss about the interaction of charged particles with matter, and then we will talk about interaction of radiation with matter. As we all know, there are several charged particles like electrons, protons, ions, etc. And when these charged particles interact with matter, or just when they simply interact with atoms, they lose their kinetic energy, and this energy is then given to electrons in these atoms. Now, in this session, we will discuss about different types of interactions of charged particles with the matter. Charged particles in the interactions, matter interactions are discussing. Radiation matter interactions discuss. There are several types of interactions of charged particles with matter, like heavy collision, light collision, heavy ion, etc. First of all, heavy collision. In heavy collision, we assume that in heavy collisions, we assume that the charged particles interact with the free particles, like electrons. Heavy collisions in the case, collision നടക്കുന്നത് charged particles-ഉം free electrons-ഉം തമ്മിലാണ് നമ്മൾ assume ചെയ്യുന്നത്. അതേസമയം light collisions-ന്റെ കേസിലാണെങ്കിൽ charged particles interact with the atom as a whole. Heavy collisions-ന്റെയും light collisions-ന്റെയും main difference എന്ന് പറയുന്നത് interact ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ interact ചെയ്യുന്നത് ആദ്യത്തെ കേസിലാണെങ്കിൽ with free particles അല്ലെങ്കിൽ free electrons ആയിട്ടാണ് interact ചെയ്യപ്പെടുന്നത് നമ്മൾ assume ചെയ്യുകയും light collisions-ന്റെ കേസിലാണെങ്കിൽ atom as a whole ആയിട്ടാണ് charged particles interact ചെയ്യുന്നത്. ഈ heavy collisions-ന്റെ കേസിൽ എനർജി ട്രാൻസ്ഫർ charged particles-ൽ നിന്ന് free electrons-ലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന എനർജി അല്ലെങ്കിൽ ആറ്റംസിലോട്ട് ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്ന എനർജി ഒരു ഇലക്ട്രോണെ നോക്ക് ഔട്ട് ചെയ്ത് അല്ലെങ്കിൽ അതിനെ അയണൈസ് ചെയ്യാൻ മാത്രം സഫീഷ്യന്റ് ആണ്. ഈ ഹെവി കൊളീഷൻസിന്റെ ഒരു മെയിൻ റിസൾട്ട് എന്ന് പറയുന്നത് എമിഷൻ ഓഫ് ഡെൽറ്റ റൈസ് ആണ്. ഡെൽറ്റ റൈസ് എന്ന് പറയുന്നത് സെക്കൻഡറി ഇലക്ട്രോൺസിന്റെ മറ്റൊരു പേരാണ് ഡെൽറ്റ റൈസ്. അതായത് ഈ അയണൈസ് ചെയ്യപ്പെടുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അയണൈസ് ചെയ്യപ്പെടുന്നു എന്ന് പറഞ്ഞ ഇലക്ട്രോൺസ് അതാണ് സെക്കൻഡറി ഇലക്ട്രോൺസ്. ഈ സെക്കൻഡറി ഇലക്ട്രോൺസ് അയണൈസേഷന് വിധേയമാകുന്നതുകൊണ്ട് തന്നെ they are highly energetic electrons and these are visible as delta rays. അപ്പോൾ ഈ ഹെവി കൊളീഷൻസും ലൈറ്റ് കൊളീഷൻസും അല്ലെങ്കിൽ ഹെവി കൊളീഷൻസ് അവോയ്ഡ് ചെയ്യുന്ന വഴി തന്നെ നമുക്ക് എനർജി ലോസ് മെയിൻ ആയിട്ട് കുറയ്ക്കാൻ സാധിക്കും. അടുത്തതായിട്ട് പല ടൈപ്സ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത് ഹെവി അയോൺസ്. ഹെവി അയോൺസ് ആറ്റംസുമായിട്ട് എനർജി ട്രാൻസ്ഫർ നടക്കുമ്പോൾ ന്യൂക്ലിയസുമായിട്ട് എനർജി ട്രാൻസ്ഫർ അല്ലെങ്കിൽ ഹെവി അയോൺസ് ആറ്റംസുമായിട്ട് ഇന്ററാക്ട് ചെയ്യപ്പെടുമ്പോൾ ആറ്റംസിനകത്ത് ന്യൂക്ലിയർ ആയിട്ടും ഇന്ററാക്ട് ചെയ്യും. ആസ് എ റിസൾട്ട് ലാർജ് ആംഗിൾ സ്കാറ്ററിംഗ് ഈസ് റിസൾട്ട്. അതേസമയം നമ്മൾ ഹെവി അയോൺസ് പോലെ ഫാസ്റ്റ് ഇലക്ട്രോൺസിന്റെ കേസിലേക്ക് വരുവാണെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഫാസ്റ്റ് ഇലക്ട്രോൺസ് ആണെങ്കിൽ they don't collide with the nuclei because as we know nucleusന്റെയും ഇലക്ട്രോൺസിന്റെയും മാസ് നല്ല വ്യത്യാസം അല്ലെങ്കിൽ ഡിസ്പാരിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഫാസ്റ്റ് ഇലക്ട്രോൺസ് ന്യൂക്ലിയസുമായിട്ട് ഇന്ററാക്ട് ചെയ്യപ്പെടുകയില്ല. they react with അല്ലെങ്കിൽ interact with other electrons and they lose energy. അടുത്ത ടൈപ്പ് ഓഫ് കൊളീഷൻ എന്ന് പറയുന്നത് ബ്രംസ്റ്റോളിംഗ് റേഡിയേഷൻ എമിറ്റ് ചെയ്യപ്പെടുന്ന കൊളീഷൻസ് ആണ്. അതായത് ഡീക്സിലറേഷൻ. ബ്രംസ്റ്റോളിങ്ങിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ സെഷന്റെ ലാസ്റ്റ് പറയുന്നുണ്ട്. ബ്രംസ്റ്റോളിംഗ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിന്റെ ലിറ്ററൽ മീനിങ് പോലെ തന്നെ ബ്രേക്കിംഗ് റേഡിയേഷൻ ആണ്. അല്ലെങ്കിൽ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ വന്ന് ഒരു ന്യൂക്ലിയസുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ന്യൂക്ലിയസിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ സ്വാധീനം കാരണം അതിന് ഡീക്സിലറേഷൻ സംഭവിക്കുന്നു. അങ്ങനെ പുറന്തള്ളപ്പെടുന്ന റേഡിയേഷൻ അല്ലെങ്കിൽ എനർജി ലോസ് റേഡിയേഷൻ ആയിട്ട് പുറന്തള്ളപ്പെടുന്നു. ദാറ്റ് റേഡിയേഷൻ ഈസ് നോൺ ആസ് ബ്രംസ്റ്റോളിംഗ്. ഹെവി പാർട്ടിക്കിൾസ് ഇത്തരത്തിൽ റേഡിയേറ്റ് ചെയ്യുന്ന നമുക്കറിയാം ആക്സിലറേഷൻസ് ആർ മച്ച് സ്മോളർ. ഹെവി ആയതുകൊണ്ട് തന്നെ ഇതിന്റെ ആക്സിലറേഷൻ അത്ര സ്മോളർ ആണ്. അടുത്തതായിട്ട് രണ്ട് ഗ്രാഫാണ് കാണിച്ചേക്കുന്നത്. ഫസ്റ്റ് ഗ്രാഫില് രണ്ട് ഗ്രാഫിൽ നമ്മൾ പ്ലോട്ട് ചെയ്തിരിക്കുന്ന ചാർജ്ഡ് പാർട്ടിക്കിൾ അബ്സോർപ്ഷൻ ആണ്. R എന്ന് പറയുന്ന റേഞ്ച്.
ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഒരു ആറ്റംസിൽ വന്ന് ഇന്ററാക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മാറ്ററിൽ വന്ന് ഇന്ററാക്ട് ചെയ്യപ്പെടുമ്പോൾ മാറ്ററിൽ എത്ര ഡെപ്തില് ഇത് അബ്സോർവ് ചെയ്യപ്പെടും. ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസ് സ്കാറ്റർ ചെയ്യപ്പെടും, ട്രാൻസ്മിറ്റ് ചെയ്യപ്പെടും. അതേപോലെ തന്നെ കുറച്ച് ലെന്തിൽ ഇത് അബ്സോർബും ചെയ്യപ്പെടുന്നുണ്ട്. ഈ അബ്സോർബ് ചെയ്യപ്പെടുന്ന ഡെപ്ത് ആണ്, മാറ്ററിന്റെ ഡെപ്ത് ആണ് റേഞ്ച് എന്ന് പറയുന്നത്. ഫസ്റ്റ് ഗ്രാഫിൽ ചാർജ്ഡ് പാർട്ടിക്കിൾസ് ലൈക്ക് ലൈറ്റ് അയോൺസ് എത്ര അബ്സോർബ് ചെയ്യപ്പെടുന്നു എന്നുള്ള ഒരു ആക്യുറേറ്റ് ആയിട്ടുള്ള റേഞ്ച് നമുക്ക് കിട്ടും. അതേസമയം സെക്കൻഡ് ഗ്രാഫിലേക്ക് വരുവാണെങ്കിൽ റേഞ്ച് എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യപ്പെട്ടതായിട്ട്, അല്ലെങ്കിൽ ഞാൻ വളച്ചു വരച്ചേക്കുന്നുണ്ട്, എക്സ്ട്രാപ്പുലേറ്റ് ചെയ്യപ്പെട്ടേക്കുന്നതായിട്ട് നമുക്ക് കാണാം. കാരണം ഒരു ഗ്രൂപ്പ് ഓഫ് ഇലക്ട്രോൺസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആ ഗ്രൂപ്പ് ഓഫ് ഇലക്ട്രോൺസിൽ തന്നെ പല ഡിസ്റ്റൻസിലായിരിക്കും റേഡിയേഷൻ ട്രാവേഴ്സ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ പല ഡെപ്തിൽ, മാറ്ററിന്റെ പല ഡെപ്തിലോട്ടായിരിക്കും റേഡിയേഷൻ ട്രാവേഴ്സ് ചെയ്യപ്പെടുന്നത്. അടുത്തത് ഈ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇന്ററാക്ഷൻസിന്റെ ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ബോർ ഡെവലപ്പ് ചെയ്ത ഒരു ഇക്വേഷൻ ആണ് ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത്. സ്റ്റോപ്പിംഗ് പവറിന്റെ ടേംസിലാണ് ഇക്വേഷൻ കൊടുത്തിരിക്കുന്നത്. സ്റ്റോപ്പിംഗ് പവർ എന്ന് പറയുന്നത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഒരു മാറ്ററുമായിട്ട് ഇന്ററാക്ട് ചെയ്യുമ്പോൾ ഒരു റീടാർഡിംഗ് ഫോഴ്സ് മാറ്റർ ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസിൽ എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതാണ് എനർജി ലോസിന് കാരണമായിട്ടുള്ളത്. ആ റീടാർഡിംഗ് ഫോഴ്സിനാണ് സ്റ്റോപ്പിംഗ് പവർ എന്ന് പറയുന്നത്. അതാണ് dE/dxന്റെ ടേംസിൽ നമ്മൾ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ v velocity of particle, electron of charge Ze passes through a substance in which n atoms of atomic number Z per unit volume. We can obtain the stopping power as given below. I എന്ന് പറയുന്നത് mean excitation potential ആണ്. ഇതിന്റെ ഡെറിവേഷൻ നമ്മൾ കാണിച്ചിട്ടില്ല. ഇത് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഇന്ററാക്ഷൻ ആയതുകൊണ്ടാണ് ഡെറിവേഷൻ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കാതിരുന്നത്. ഈ നമ്മളതിനകത്ത് n എന്നുള്ള ടേം നമ്പർ ഓഫ്, അല്ലെങ്കിൽ നമ്പർ ഡെൻസിറ്റിക്ക് പകരം Na/A, അതായത് അവഗാഡ്രോ നമ്പർ ബൈ ആറ്റോമിക് മാസ് റീപ്ലേസ് ചെയ്യാം. ഗിവൺ മാസ് ബൈ ആറ്റോമിക് മാസ് ആണല്ലോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബൈ അവഗാഡ്രോ നമ്പർ. അപ്പൊ ഗിവൺ മാസ് 1 ആണെങ്കിൽ അവഗാഡ്രോ നമ്പർ ബൈ ആറ്റോമിക് മാസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ നമുക്ക് നമ്പർ ഡെൻസിറ്റിക്ക് പകരം വേണമെങ്കിൽ Na/A സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ബീറ്റയ്ക്ക് പകരം V/C സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടും. ഈ ഇക്വേഷനെ, അല്ലെങ്കിൽ ഇക്വേഷൻ 1 ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്ത ഇക്വേഷൻ 1നെ Bethe and Bloch presented in a more relativistic form as given below. Bethe and Bloch ഇക്വേഷൻ 1നെ ഇത്തരത്തിൽ റെപ്രസെന്റ് ചെയ്തു. അതായത് dE/dx collision is equal to kz/a 1/beta square log 2m(c²) beta square E max by I square 1 minus beta square minus 2 beta square. കെയും ഇ മാക്സും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കുകയാണ്, ഇന്ററാക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വിത്ത് മാറ്റർ. ആദ്യം നമ്മൾ എനർജി ലോസ് ബൈ റേഡിയേഷൻ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ ഇന്ററാക്ഷനിലോട്ട് കിടക്കുന്നത്. കാരണം എനർജി ലോസ് ബൈ റേഡിയേഷൻ ആണല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റേഡിയേഷൻ ഇന്ററാക്ഷൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എനർജി ലോസ് ബൈ റേഡിയേഷൻ ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പ് എനർജി ലോസ് പല ടൈപ്സ് ഉണ്ട്. ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ബ്രംസ്റ്റോളിംഗ് റേഡിയേഷന്റെ കേസാണ്. ഒരു ഇലക്ട്രോൺസ് ഓഫ് കൈനറ്റിക് എനർജി T ആൻഡ് ടോട്ടൽ എനർജി E passing through a thin absorber give rise to Bremsstrahlung photon of energy between 0 and T. ഇത് താഴെയുള്ള ഒരു ഫിഗറിൽ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട്. അതിനു മുമ്പ് ബ്രംസ്ട്രോളിംഗ് ഞാൻ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ലൈക്ക് ഇലക്ട്രോൺ ഒരു ആറ്റോമിക് ന്യൂക്ലിയസുമായിട്ട് ഇന്ററാക്ട് ചെയ്യപ്പെടുമ്പോൾ ആറ്റോമിക് ന്യൂക്ലിയസിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ റിസൾട്ട് ആയിട്ടുണ്ടാകുന്ന ഒരു ഡീസിലറേറ്റിംഗ് റേഡിയേഷൻ ആണ് ബ്രംസ്ട്രോളിംഗ്. ബ്രംസ്ട്രോളിംഗ് എന്ന് പറഞ്ഞാൽ ബ്രേക്കിംഗ് റേഡിയേഷൻ ആണ്. ഈ ഡീസിലറേറ്റിംഗ് റേഡിയേഷൻ ആണ് എനർജി ലോസിനുള്ള ഒരു കാരണം. ഞാൻ പറഞ്ഞു ഇൻസിഡന്റ് ചെയ്യുന്ന ഫോട്ടോണും
അബ്സോർബിങ് അല്ലെങ്കിൽ അബ്സോർബിങ് മീഡിയത്തിന്റെ ന്യൂക്ലിയസ് അല്ലെങ്കിൽ മാറ്ററിന്റെ ആറ്റംസിന്റെ ന്യൂക്ലിയസും ഈ ഇൻസിഡന്റ് ഇലക്ട്രോണും തമ്മിലുള്ള ഒരു കൊളം ഫീൽഡ് ഉണ്ട്. ആ കൊളം ഫീൽഡിനെ നമ്മൾ ഒരു വെർച്വൽ ഫോണോന്റെ ടേംസിൽ റെപ്രസെന്റ് ചെയ്യും. ഈ കുളം ഫീൽഡിനെ വെർച്വൽ ഫോണോന്റെ ടേംസിൽ റെപ്രസെന്റ് ചെയ്യുന്നതിന് കാരണം എന്ന് പറഞ്ഞാൽ വെർച്വൽ ഫോട്ടോണിന്റെ ടേംസിലാണ് എക്സ്പ്രസ് ചെയ്യുന്നത്. വെർച്വൽ ഫോട്ടോൺ is one which is emitted only because conservation of energy may be relaxed over a time given by delta t is equal to, അതായത് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ അനുസരിച്ചുള്ള ഡെൽറ്റ ടി ഇൻറ്റു ഡെൽറ്റ is equal to h hat. അപ്പോൾ ഡെൽറ്റ ടി is equal to h hat by ഡെൽറ്റ i. ഈ ഷോർട്ട് ടൈം ഇന്റർവെല്ലിൽ കൺസർവേഷൻ ലോ ഒബേ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കൺസർവേഷൻ ലോ ഒബേ ചെയ്യപ്പെടാൻ വേണ്ടി നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടിക്കിൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പാർട്ടിക്കിൾ ആണ് വെർച്വൽ ഫോട്ടോൺ. അപ്പോൾ കൺസർവേഷൻ ലോ ഹോൾഡ് ചെയ്യപ്പെടുന്നത് ഈ വെർച്വൽ ഫോട്ടോൺ ഉണ്ടെങ്കിൽ മാത്രമേ. അപ്പോൾ ഇതാണ് അതിന്റെ ഫിഗർ റെപ്രസെന്റേഷൻ. ഈ ഫിഗർ അനുസരിച്ച് നമുക്ക് കാണാൻ സാധിക്കും ഒരു വെർച്വൽ ഫോട്ടോൺ റെപ്രസെന്റിങ് എ കൊളം ഫീൽഡ് ബിറ്റ്വീൻ ഇലക്ട്രോൺ ആൻഡ് ന്യൂക്ലിയസ്. ഒരു വെർച്വൽ ഫോട്ടോൺ കൊണ്ടാണ് കൊളം ഫീൽഡ് റെപ്രസെന്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു. അപ്പൊ വെർച്വൽ ഫോണോണും ഒരു ഇലക്ട്രോൺസും കൊളീഷൻ നടത്തുമ്പോൾ ഒരു ക്വാണ്ടം സ്കാറ്ററിംഗ് ആണ് നടക്കുന്നത്. അപ്പൊ വെർച്വൽ ഫോട്ടോണും ഇലക്ട്രോണും തമ്മിൽ ഒരു ക്വാണ്ടം സ്കാറ്ററിംഗ് നടന്ന് വേറൊരു വെർച്വൽ ലെപ്റ്റോണെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു. വെർച്വൽ ക്രിപ്റ്റോൺ ഇൻ ടേൺ അഗൈൻ ഗിവ് റൈസ് ടു എ റിയൽ ഫോട്ടോൺ. അപ്പോ ഒരു റിയൽ ഫോട്ടോണ് റിസൾട്ട് ചെയ്യപ്പെടുന്നു. അപ്പൊ ഫിഗർ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. ഈ Bremsstrahlung radiation is occurring due to the acceleration of charged particle. Hence, it is inversely proportional to square of particle mass. Particle mass inversely proportional ആണ് Bremsstrahlung radiation because it is occurring due to radiation of a charged particle. So, എല്ലാ ഹെവിയർ പാർട്ടിക്കിൾസിനും മാസ് കൂടുതലായതുകൊണ്ട് ആക്സലറേഷൻ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ടും മാസ് കൂടുന്നതനുസരിച്ച് Bremsstrahlung റേഡിയേഷൻ നെഗ്ലിജിബിൾ ആണ്. അതാണ് Bremsstrahlung റേഡിയേഷന്റെ പ്രത്യേകത. രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എനർജി ലോസ് ബൈ ചെറൻകോവ് റേഡിയേഷൻ. ആദ്യം നമ്മൾ എനർജി ലോസ് ബൈ Bremsstrahlung റേഡിയേഷൻ ഡിസ്കസ് ചെയ്തു. അതിനെ ഒരു വെർച്വൽ ഫോട്ടോൺ ടേംസിൽ ഇന്ററാക്ട് ചെയ്യപ്പെടുന്നതിന്റെ ടേംസിൽ അതിന്റെ പിക്ടോറിക്കൽ റെപ്രസെന്റേഷൻ നടത്തി. അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചെറൻകോവ് റേഡിയേഷൻ ആണ്. Bremsstrahlung റേഡിയേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ കേസിൽ അത് നെഗ്ലിജിബിൾ ആയിരുന്നു. പക്ഷെ ചെറൻകോവ് റേഡിയേഷൻ എന്ന് പറയുന്നത് ഇൻഡിപെൻഡന്റ് ഓഫ് മാസ്, എല്ലാ ലൈറ്റ് ആണോ ഹെവി ആണോ എന്നുള്ള ഇൻഡിപെൻഡന്റ് ആയിട്ട് എല്ലാ ചാർജ്ഡ് പാർട്ടിക്കിൾസും ഒരു സ്മോൾ ഇലക്ട്രോമാഗ്നറ്റിക് ലോസ് ഇൻ മാറ്റർ എഫക്ട് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ചെറൻകോവ് റേഡിയേഷൻ. ഇറ്റ് ഈസ് ദി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ emitted when a charged particle passes through a medium at a speed greater than the speed of light in that medium. ഒരു മീഡിയത്തിലെ ലൈറ്റിന്റെ സ്പീഡിനേക്കാളും കൂടിയ വേഗത്തിൽ ചാർജ്ഡ് പാർട്ടിക്കിളിൽ ആ മീഡിയത്തിൽ കൂടെ തന്നെ പോവുകയാണെങ്കിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്യപ്പെടുന്ന റേഡിയേഷൻ ആണ് ചെറൻകോവ് റേഡിയേഷൻ. അതിനും ഒരു മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട്. T/dx സ്റ്റോപ്പിംഗ് പവർ ചെറൻകോവ് ഈസ് ഈക്വൽ ടു pi square by c square epsilon 0 integral 1 minus beta square n square v dv and refractive index beta t by c. ഈ Bremsstrahlung റേഡിയേഷനും ചെറൻകോവ് റേഡിയേഷനും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത് Bremsstrahlung റേഡിയേഷൻ ഇൻസിഡന്റ് പാർട്ടിക്കിളിൽ നിന്ന് തന്നെയാണ് ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നത്. അതായത് ഇൻസിഡന്റ് പാർട്ടിക്കിൾ ഡീസലറേറ്റ് ചെയ്യപ്പെടുന്ന വഴി ഇൻകോഹറന്റ് ആയിട്ട് Bremsstrahlung റേഡിയേഷൻ എമിറ്റ് ചെയ്യപ്പെടുന്നു. അതേസമയം ചെറൻകോവ് റേഡിയേഷൻ എന്ന് പറയുന്നത് മീഡിയത്തിൽ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. അത് കോഹറന്റ് ആയിട്ടായിരിക്കും ഒറിജിനേറ്റ് ചെയ്യപ്പെടുന്നത്. മറ്റേ Bremsstrahlung റേഡിയേഷന്റെ കേസിൽ ഇൻസിഡന്റ് പാർട്ടിക്കിളിൽ ഇൻകോഹറന്റ് ആയിട്ട് റേഡിയേറ്റ് ചെയ്യപ്പെട്ടെങ്കിൽ ചെറൻകോവ് റേഡിയേഷൻ മീഡിയത്തിൽ നിന്ന് കോഹറന്റ് ആയിട്ട് റേഡിയേറ്റ് ചെയ്യപ്പെടുന്നു.
അടുത്ത തേർഡ് ടൈപ്പ് ഓഫ് എനർജി ലോസ് ബൈ റേഡിയേഷൻ എന്ന് പറയുന്നത് ട്രാൻസിഷൻ റേഡിയേഷൻ ആണ്. അതായത് ഒരു ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻഹോമോജിനസ് മീഡിയം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം charged particle ഒരു if it crosses a boundary between different media, then a radiative loss occur known as transition radiation. അതായത് രണ്ട് മീഡിയം സെപ്പറേറ്റ് ചെയ്യപ്പെടാൻ ഒരു ബൗണ്ടറി വഴി സെപ്പറേറ്റ് ചെയ്യപ്പെട്ട രണ്ട് മീഡിയത്തിൽ കൂടി ഒരു മീഡിയത്തിൽ നിന്ന് വേറൊരു മീഡിയത്തിലേക്ക് പാർട്ടിക്കിൾ പോവുകയാണെങ്കിൽ ഒരു റേഡിയേറ്റീവ് ലോസ് ഉണ്ടാകും. അതാണ് ട്രാൻസിഷൻ. അതായത് ട്രാൻസിഷൻ നടക്കുമ്പോൾ ഒരു റേഡിയേഷൻ എമിറ്റ് ചെയ്യപ്പെടുന്നു. അതാണ് ട്രാൻസിഷൻ റേഡിയേഷൻ. ഇതിന് കാരണം എന്ന് പറയുന്നത് because of the polarization effects in two media, it occurs for any velocity of the particle. ഇപ്പൊ നമ്മള് എനർജി ലോസ് ബൈ റേഡിയേഷൻ ആദ്യം നമ്മൾ ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ ഇന്ററാക്ഷൻ ഡിസ്കസ് ചെയ്തു. ഈ ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ ഇന്ററാക്ഷൻ വഴി എമിറ്റ് ചെയ്യപ്പെടുന്ന റേഡിയേഷൻ അല്ലെങ്കിൽ എനർജി ലോസ് ബൈ റേഡിയേഷൻ, ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ ഇന്ററാക്ഷൻ വഴി ഉണ്ടാകുന്ന റേഡിയേഷൻ 3 തരം ഉണ്ടെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. ബ്രംസ്റ്റലങ്, ചെറൻകോവ്, ട്രാൻസിഷൻ റേഡിയേഷൻ. ഇനി നമ്മൾ യഥാർത്ഥത്തിലുള്ള ടോപ്പിക്കിലേക്ക്, അതായത് നമ്മുടെ ഇന്ററാക്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വിത്ത് മാറ്ററിലേക്ക് കിടക്കുകയാണ്. നമുക്കറിയാം ഒരു ചാർജ്ഡ് പാർട്ടിക്കിള് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു തരം ഒരു എക്സ്റേയോ അല്ലെങ്കിൽ ഒരു ഗാമ റേഡിയേഷനോ when they pass through an object, 3 possible fates await each photon അല്ലെങ്കിൽ റേഡിയേഷൻ. അതായത് 3 തരത്തില് അതിനുണ്ടാകുന്ന റിസൾട്ട്സ് അല്ലെങ്കിൽ 3 കോൺസിക്വൻസസ് ഒരു എക്സ്റേയോ അല്ലെങ്കിൽ ഗാമ റേഡിയേഷനോ ഒരു ഒബ്ജക്റ്റിൽ കൂടെ പാസ് ചെയ്യുമ്പോൾ അതിന് സംഭവിക്കാം. ഫസ്റ്റ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ മാറ്ററിൽ കൂടെ അത് പെനിട്രേറ്റ് ചെയ്യപ്പെടാം വിത്തൗട്ട് ഇന്ററാക്ടിങ്, അല്ലെങ്കിൽ ഇറ്റ് ക്യാൻ ബി കംപ്ലീറ്റ്ലി അബ്സോർബ് ബൈ ഇന്ററാക്ടിങ് വിത്ത് മാറ്റർ, അല്ലെങ്കിൽ ചാർജ്ഡ് പാർട്ടിക്കിൾ ഓർ റേഡിയേഷൻ ക്യാൻ ഇന്ററാക്ട് ആൻഡ് ബി സ്കാറ്റേർഡ് ഓർ ഡിഫ്ലക്റ്റഡ് ഫ്രം ദി ആറ്റം. പെനിട്രേറ്റ് ചെയ്യപ്പെടാം, അബ്സോർബ് ചെയ്യപ്പെടാം, അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യപ്പെട്ട് അബ്സോർബ് ചെയ്യപ്പെടാം, ഇന്ററാക്ട് ചെയ്യാതെ പെനിട്രേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്ത് ട്രാൻസ്മിറ്റ് ചെയ്യാം, അല്ല ഡിഫ്ലക്ട് അല്ലെങ്കിൽ സ്കാറ്റർ ചെയ്യാം. അപ്പം ഈ 3 തരം ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ നോൺ ഇന്ററാക്ഷൻസ് നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്ന ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ, ഇന്ററാക്ട് വിത്ത് മാറ്റർ ത്രോ, ഇലാസ്റ്റിക് സ്കാറ്ററിങ്, ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ്, കോംപ്ടൺ സ്കാറ്ററിങ്, പെയർ പ്രൊഡക്ഷൻ. ഈ 4 പ്രോസസ്സ് വഴിയാണ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ interact with the matter. So number of photons incident on an absorber is reduced when compared with the number of photons in a beam from the source. As we know, because of these above 4 processes, when electromagnetic radiation interact with the matter, the number of photons is reduced if we compare the incident radiation and the resultant radiation. We know because of these processes, number of photons incident on the absorber is lesser than number of photons in the beam from the source. Source in the beam absorber incident ആയിട്ടുള്ള number of photons decrease because of these 4 processes. Thus there is an exponential attenuation. Attenuation സംഭവിക്കുന്നു. Number of particles പറയുന്നുണ്ട്, ഒരു exponential attenuation സംഭവിക്കുന്നു when they hit on the target matter. It is not appropriate to അതുകൊണ്ട് തന്നെ നമുക്കൊരു ഡെഫിനിറ്റ് ആയിട്ടുള്ള റേഞ്ച്, മുമ്പേ നമ്മൾ സെക്കൻഡ് ഗ്രാഫിന്റെ കേസിൽ പറഞ്ഞ പോലെ തന്നെ ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള റേഞ്ച് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുകയില്ല. പക്ഷെ ഒരു അറ്റന്വേഷൻ കോഎഫിഷ്യന്റ് ഈസ് എനർജി ഡിപ്പെൻഡന്റ് ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാൻ പറ്റും. ഈ ഒരു സ്പെഷ്യൽ കേസാണ്. അതായത് ഇപ്പം ഇഫ് എനർജി ഈസ് ഗ്രേറ്റർ ദാൻ 10 മെഗാ ഇലക്ട്രോൺ volt, the electrons and positrons from the pair production processes themselves generate Bremsstrahlung and annihilation quantum. അതായത് അത് ലാസ്റ്റ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ പെയർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഒരു പെയർ, അതായത് ഇലക്ട്രോൺ പോസിട്രോൺ പെയർ ജനറേറ്റ് ചെയ്യപ്പെടുന്നതാണല്ലോ പെയർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹയർ എനർജി കേസിൽ, അതായത് റേഡിയേഷന്റെ എനർജി ഗ്രേറ്റർ ദാൻ 10 മെഗാ ഇലക്ട്രോൺ വോൾട്ട് ആണെന്നുള്ള ആ കേസിൽ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഷവർ ബിൽഡപ്പ് ചെയ്യുന്നുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് ഷവർ എന്ന് ചെയ്യപ്പെടുന്നുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് ഷവർ എന്ന് പറയുമ്പോൾ അയണൈസ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസ്
അല്ലെങ്കിൽ ഫോട്ടോൺസ് പിന്നെയും ഇലക്ട്രോൺസുമായിട്ട് ഇന്ററാക്ട് ചെയ്ത് ഈ പ്രോസസ്സ് ഒരു സൈക്കിൾ പോലെ റിപ്പീറ്റ് ചെയ്യപ്പെടുന്നു. അതുകൊണ്ട് അങ്ങനെ ഒരു ഇലക്ട്രോമാഗ്നറ്റിക് ഷവർ അവിടെ ബിൽഡ് ചെയ്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു എക്സ്പോണൻഷ്യൽ അറ്റന്വേഷൻ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു. അതിനൊരു ഗ്രാഫിക്കലായിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നതാണ് കാണിച്ചിരിക്കുന്നത്. മ്യൂ എന്ന് പറയുന്നത് മാസ് അബ്സോർപ്ഷൻ കോഎഫിഷ്യന്റ് ആണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അബ്സോർപ്ഷൻ ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. ഈ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷന്റെ അബ്സോർപ്ഷൻ ആണ് ലാസ്റ്റ് ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. മുകളിൽ കൊടുത്തിരുന്ന ഗ്രാഫ് പ്രകാരം ഒരു എക്സ്പോണൻഷ്യൽ അറ്റന്വേഷൻ ആണെന്ന് അല്ലെങ്കിൽ e⁻⁻μx പ്രൊപ്പോർഷണൽ ആണെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ നമുക്കൊരു ഇക്വേഷൻ എക്സ്പ്രസ് ചെയ്യാം. അതായത് nx is equal to n0e⁻⁻μx, where mu is the linear attenuation coefficient and n0 is the initial number of photons in the beam. Mu is equal to, let mu be n sigma. Mu attenuation coefficient നമ്മൾ നമ്പർ ഡെൻസിറ്റിക്കും ക്രോസ് സെക്ഷൻ, അതായത് സിഗ്മ ഇസ് ദി ക്രോസ് സെക്ഷൻ റിലേറ്റഡ് ടു ഈച്ച് ആറ്റോമിക് അബ്സോർബിംഗ് സെന്റർ. ഈ അബ്സോർബിംഗ് സെന്ററിന്റെ ഇപ്പം ന്യൂക്ലിയസ് ആണെങ്കിൽ അതിന്റെ ക്രോസ് സെക്ഷൻ പല ടൈപ്സ് ഓഫ് ക്രോസ് സെക്ഷൻസ് ഉണ്ട്. അതിന്റെ ഒരു ടോട്ടൽ ആണ് സിഗ്മ. അതിനെക്കുറിച്ച് ലേറ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. മ്യൂ ഇസ് ഈക്വൽ ടു എൻ സിഗ്മ. അപ്പോൾ സിഗ്മ എന്ന് പറയുന്നത് ക്രോസ് സെക്ഷൻ അസ്ക്രൈബ് ടു ഈച്ച് ആറ്റോമിക് അബ്സോർബിംഗ് സെന്റർ. എൻ എന്ന് പറയുന്നത് വോൾ ഇന്റൻസിറ്റി. എക്സ് എന്ന് പറയുന്നത് എത്ര ഡിസ്റ്റൻസ് പെരിറ്റ് അല്ലെങ്കിൽ ഈ മാറ്ററിന്റെ എത്ര തിക്നെസ്സിലോട്ട് നമ്മുടെ റേഡിയേഷൻ ട്രാവേഴ്സ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് എക്സ്. ഇഫ് എക്സ് ഇസ് മെഷർഡ് ആസ് മാസ് പെർ യൂണിറ്റ് ഏരിയ, എക്സിനെ നമ്മൾ മാസ് പെർ യൂണിറ്റ് ഏരിയ ആണെങ്കിൽ നമ്മൾ നേരത്തെ കൺസിഡർ ചാർജ്ഡ് പാർട്ടിക്കിൾസിന്റെ കേസിൽ കൺസിഡർ ചെയ്ത ഒരു രീതിയാണ്. അതായത് എന്നിനെ നമ്മൾ NA/A കൊണ്ട് റീപ്ലേസ് ചെയ്യുക എന്നേ ഉദ്ദേശിക്കുന്നുള്ളൂ. nx is equal to n0e⁻⁻μmx. മ്യൂവിന്റെ സ്ഥാനത്ത് മ്യൂമിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് മ്യൂ ബൈ റോ, അതായത് മ്യൂ ബൈ ഡെൻസിറ്റി ഓഫ് അബ്സോർബിംഗ് മെറ്റീരിയൽ. മ്യൂഎമ്മിനെ മ്യൂ ബൈ റോ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ട് മ്യൂവിന് പകരം മ്യൂ ഇസ് ഈക്വൽ ടു എൻ സിഗ്മ. അന്നേരം എൻ സിഗ്മ ബൈ റോ ഇസ് ഈക്വൽ ടു NA സിഗ്മ ബൈ റോ. എന്നിന്റെ പകരം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ NA/A എഴുതിയാൽ സിമ്പിൾ. അതായത് സിംപ്ലി വി ക്യാൻ സേ റിപ്ലേസിംഗ് n/NA/A ഇൻ ദ എക്സ്പ്രഷൻ ഫോർ മ്യൂ. മ്യൂ ഇസ് ഈക്വൽ ടു എൻ സിഗ്മയ്ക്കകത്ത് എന്നിന് പകരം NA/A ഇട്ടാലും മതി. അപ്പം മ്യൂ ഇസ് ഈക്വൽ ടു NA സിഗ്മ ബൈ A. Rho is the density of the absorbing material and A is the atomic mass. Sigma can be written as sigma PE plus sigma plus Z into sigma C plus sigma PP. സിഗ്മ പി എന്ന് പറയുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് കാരണം ഉണ്ടാകുന്ന ക്രോസ് സെക്ഷൻ. സിഗ്മ സി എന്ന് പറയുന്നത് ക്രോംപ്റ്റൺ എഫക്ട് കാരണം ഉണ്ടാകുന്ന ക്രോസ് സെക്ഷൻ. സിഗ്മ പി പി എന്ന് പറയുന്നത് പെയർ പ്രൊഡക്ഷൻ കാരണം ഉണ്ടാകുന്ന ക്രോസ് സെക്ഷൻ. അപ്പം സ്വാഭാവികമായിട്ട് നമുക്കൊരു സംശയം ഉണ്ടാകും, നാലാമത്തെ ഇലക്ട്രോസ്റ്റാറ്റിക് അല്ലെങ്കിൽ ഇലാസ്റ്റിക് സ്കാറ്ററിംഗ് വഴി ഉണ്ടാകുന്ന സിഗ്മ എവിടെ പോയി എന്നൊരു സംശയം ഉണ്ടാകും. അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അതിനു മുമ്പ് സെക്കൻഡ് ടൈമിനകത്ത് ഇസഡ് ഇൻക്ലൂഡ് ചെയ്തേക്കുന്നതിന് കാരണം we assume that all atomic electrons contribute to Compton scattering. Compton scattering-നകത്ത് എല്ലാ ആറ്റോമിക് ഇലക്ട്രോൺസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള അസംപ്ഷൻ കാരണമാണ് ഇസഡ് നമ്മൾ സെക്കൻഡ് ടൈമിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. Here elastic scattering has been neglected since it is sharply forward peaked at mega electron volt energies. Mega electron volt energiesന്റെ കേസിൽ ഫോർവേഡ് പീക്ഡ് ആണ്, ഷാർപ്പ് ആയിട്ടാണ് ഫോർവേഡ് പീക്ഡ് ആയിട്ടിരിക്കുന്നത്. സോ unless the collimation is very fine, we cannot remove photon from a beam. അടുത്തത് ഈ മെയിൻ ആയിട്ടുള്ള 3 എഫക്റ്റുകളുടെയും ഡോമിനൻസിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാഫ് പ്ലോട്ട് ചെയ്തേക്കുവാണ്. ഫോട്ടോ ഇലക്ട്രിക് എഫക്ട്, പെയർ പ്രൊഡക്ഷൻ, കോംപ്റ്റൺ എഫക്ട്. ഗ്രാഫിൽ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും all Z, for all Z, a photoelectric effect is, Compton effect is present. For
In low energy ranges, mainly photoelectric effect and Compton effect are present, and in high energy ranges, as we have discussed earlier, pair production is dominant. High electron volt energy ranges pair production dominant ആയിട്ടുള്ളത്. ഈ 3 ഇഫക്റ്റിന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഇന്ററാക്ഷൻ എന്നുള്ളത്. നമ്മൾ പറഞ്ഞു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് ലോ എനർജി കേസുകളിൽ ഡോമിനന്റ് ആയിട്ടുള്ളത്. ഹൈ എനർജിയിലേക്ക് വരുമ്പം പെയർ പ്രൊഡക്ഷൻ ആണ് ഡോമിനന്റ് ആയിട്ടുള്ള എഫക്റ്റ്. ഈ എഫക്റ്റുകളെല്ലാം നമുക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞാൽ എനർജി ഈസ് നോട്ട് എ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് mu ഫോർ എ ഗിവൺ അബ്സോർബിംഗ് മെറ്റീരിയൽ. ഒരു സിംഗിൾ എഫക്റ്റിന്റെ ടേംസിൽ നമുക്ക് എനർജിയെ ഡിഫൈൻ ചെയ്യാൻ പറ്റുകയില്ല. ഈ പല എഫക്റ്റുകൾ ചേരുന്നതുകൊണ്ട് തന്നെ എനർജി ഈസ് നോട്ട് എ സിംഗിൾ വാല്യൂഡ് ഫംഗ്ഷൻ ഓഫ് mu ഫോർ എ ഗിവൺ അബ്സോർബിംഗ് മെറ്റീരിയൽ. സോ all the processes above are part of interaction of radiation with the matter. അടുത്തത് ഈ 3 ഇഫക്റ്റുകളെയും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. നമുക്ക് നേരത്തെ കേട്ട് പരിചയമുള്ള എഫക്റ്റുകളാണ്. ഫസ്റ്റ് വൺ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. ഇൻ ഫോട്ടോ ഇലക്ട്രിക് ഇന്ററാക്ഷൻ നമുക്കറിയാം ഫോട്ടോണും ഇലക്ട്രോണും ആണ് ഇന്ററാക്ട് ചെയ്യുന്നത്. A photon transfers all its energy to electron located in one of the atomic shells. The electron is ejected from the atom by this energy and moves a relatively short distance. ലൈറ്റ് വന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഫോട്ടോൺസ് വന്നിരിക്കുമ്പോൾ ഇലക്ട്രോൺസ് ഇജക്ട് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസ് എനർജി സ്വീകരിച്ച് റിലേറ്റീവ്ലി ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു. ഹെൻസ് ഫോട്ടോൺസ് എനർജി is divided into 2 parts. First part is used to overcome the binding energy of electron and remove it from the atom. Binding energy overcome ചെയ്യാനായിട്ട് ഫോട്ടോൺ എനർജിയുടെ ഫസ്റ്റ് പാർട്ടിനെ നമ്മൾ ബൈൻഡിങ് എനർജി ഓവർകം ചെയ്യാനും സെക്കൻഡ് പാർട്ടിനെ ഈ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺസിന് കൈനറ്റിക് എനർജി ആയിട്ട് സെക്കൻഡ് പാർട്ട് ഓഫ് ഫോട്ടോൺ എനർജി കൊടുക്കുകയും ചെയ്യും. അപ്പം ഈ ബൈൻഡിങ് എനർജി ഇലക്ട്രോൺസിന്റെ ബൈൻഡിങ് എനർജി ഫോട്ടോൺസിന്റെ എനർജിയേക്കാളും കൂടുതലാണെങ്കിൽ ഇന്ററാക്ഷൻ നടക്കാൻ ഇമ്പോസിബിൾ ആണ്. കാരണം ബൈൻഡിങ് എനർജി ഓവർകം ചെയ്തെങ്കിൽ മാത്രമേ ഇലക്ട്രോണെ എമിറ്റ് ചെയ്യാൻ പറ്റൂ. അടുത്ത് ഈ ഫോട്ടോ ഇലക്ട്രിക് എമിഷൻ യൂഷ്വലി അല്ലെങ്കിൽ ടെൻസ് ടു ടേക്ക് പ്ലേസ് റെഡിലി മോസ്റ്റ്ലി ടൈറ്റ്ലി ബൗണ്ട് ഇലക്ട്രോണിക് ഷെൽസ് ഓഫ് ആറ്റം ബിക്കോസ് ദി മൊമെന്റം ഈസ് ഈസിലി ട്രാൻസ്ഫർഡ് ടു ആൻ ആറ്റം. ഒരു ടൈറ്റ്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോണിക് ഷെല്ലിലായിരിക്കും ഫോട്ടോ ഇലക്ട്രിക് ഇഫക്റ്റ് ഏറ്റവും ഈസി ആയിട്ട് നടക്കാൻ സാധ്യതയുള്ളത്. ബിക്കോസ് മൊമെന്റം ഈസ് ഈസിലി ട്രാൻസ്ഫർഡ് ടു ദി ആറ്റം. ഒരു ഫ്രീ ഇലക്ട്രോൺസിന്റെ കേസിലാണെങ്കിൽ ഫോട്ടോൺസിന്റെ എനർജിയെ ഹോളായിട്ട് അബ്സോർബ് ചെയ്യാനായിട്ട് ഫ്രീ ഇലക്ട്രോൺസിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ടൈറ്റ്ലി ബൗണ്ട് ആയിട്ടുള്ള ഇലക്ട്രോൺസിന് അതുകൊണ്ട് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കാനുള്ള അല്ലെങ്കിൽ മോസ്റ്റ്ലി ടൈറ്റ്ലി ബൗണ്ട് ഇലക്ട്രോൺസിന് മൊമെന്റം ട്രാൻസ്ഫർ ഈസി ആയിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ ഫോട്ടോ ഇലക്ട്രിക് അബ്സോർപ്ഷൻ ഈസി ആയിട്ട് നടക്കും. അടുത്തത് നമ്മൾ നേരത്തെ പരിചയമുള്ള ഇക്വേഷൻ ആണ് T=H - EK. ഫസ്റ്റ് പാർട്ട് ഈസ് യൂസ്ഡ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് പാർട്ട് ഈസ് യൂസ്ഡ് ടു ഓവർകം ബൈൻഡിങ് എനർജി ആൻഡ് സെക്കൻഡ് പാർട്ട് ഈസ് ഗിവൺ ഇൻ ദ ഫോം ഓഫ് കൈനറ്റിക് എനർജി ടു ദി എജക്റ്റഡ് ഇലക്ട്രോൺ. അടുത്തത് നേരത്തെ ഞാൻ സിഗ്മ പി, സിഗ്മ പി പി, സിഗ്മ സി എന്നീ 3 സിഗ്മയുടെ ടേംസിൽ എക്സ്പ്രസ് ചെയ്തു. അതിലെ ക്രോസ് സെക്ഷൻ ഡ്യൂ ടു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ ഒരു ഇക്വേഷന്റെ ടേംസിൽ എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ സിഗ്മ പി ഈസ് ഈക്വൽ ടു Z⁵5 λ⁵7/5. ഈ ഫോട്ടോ ഇലക്ട്രോണിന്റെ ഇജക്ഷൻ ഡ്യൂ ടു എമിഷൻ ഓഫ് എക്സ്റേസ് ആൻഡ് അതർ ഇലക്ട്രോൺസ്. അടുത്തത് സെക്കൻഡ് ഇഫക്റ്റ് കോംപ്ടൺ ഇഫക്റ്റ് ആണ്. In Compton interaction, a portion of energy is absorbed and a photon is produced with reduced energy. താഴെയുള്ള ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ഒരു ഇൻസിഡന്റ് ഫോട്ടോൺ വന്ന് ഒരു ഇലക്ട്രോണിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ, ഒരു മാറ്ററിലെ ഇലക്ട്രോൺ ഇന്ററാക്ട് ചെയ്യുമ്പോൾ ആ ഇലക്ട്രോൺ ഒരു റീകോയിൽ സംഭവിക്കുകയും വേറൊരു ഫോട്ടോണ് സ്കാറ്റർ ചെയ്യപ്പെടുകയും ചെയ്യുന്നു. We know the wavelength of incident photon and the scattered photon is slightly different. That was we called that as Compton shift in previous classes. So Compton shift എന്ന് പറയുന്നത് ഇൻസിഡന്റ് ഫോട്ടോണും സ്കാറ്റേർഡ് ഫോട്ടോണും, ഈ ഇൻസിഡന്റ് ഫോട്ടോൺ എന്ന ഇലക്ട്രോണിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇന്ററാക്ട് ചെയ്യുമ്പോൾ
ഒരു റീകോയിൽ ഇലക്ട്രോൺ റീകോയിൽ സംഭവിക്കുന്നു. അതേപോലെ തന്നെ വേറൊരു ഫോട്ടോൺ സ്കാറ്റർ ചെയ്യപ്പെട്ട വേറൊരു ഫോട്ടോണും റിസൾട്ട് ആയിട്ടുണ്ടായിരുന്നു. റിസൾട്ട് ആയിട്ടുണ്ടായ സ്കാറ്റേർഡ് ഫോട്ടോണിന്റെ വേവ് ലെങ്ത് ഇൻസിഡന്റ് ഫോട്ടോണിനേക്കാൾ ഡിഫറെന്റ് ആയതുകൊണ്ട് തന്നെ ഈ ഡിഫറൻസ് ആണ് കോംപ്ലക്സ് ഷിഫ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് പരിചയമുള്ള ഇക്വേഷൻ ആണ് ലാംഡ ഡാഷ് മൈനസ് ലാംഡ ഇസ് ഈക്വൽ ടു h by mc 1 minus cos theta. ലാംഡയെ c by nu ടൈംസ് ഫ്രീക്വൻസി വെലോസിറ്റി ടൈംസ് എക്സ്പ്രസ് ചെയ്തേക്കുന്നതാണ്. c by nu minus c by nu dash equal to h by mc 1 minus cos theta. ഈ h by mc എന്നുള്ള ക്വാണ്ടിറ്റി ആണ് കോമ്പൗണ്ട് വേവ് ലെങ്ത്. നമുക്കറിയാം ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് h by mc is equal to 2.43 into 10 raised to minus 12. The target electron suffered a recoil and the energy of recoil electron is given as h nu minus q dash. ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഇലക്ട്രോൺസ് ഈ വന്നിരിക്കുന്ന ഇലക്ട്രോൺ ഫ്രീ ഇലക്ട്രോൺ ആയിട്ടാണ് അസ്യൂം ചെയ്തത്. As we know, the component shift is independent of wavelength and material of the scatterer. എനർജി കൂടുന്നതനുസരിച്ച് ക്രോസ് സെക്ഷൻ സിഗ്മ ഡിക്രീസ് ചെയ്യും. അതിന്റെ ഒരു ഗ്രാഫാണ്. അതായത് എനർജി 0ൽ നിന്ന് 5 പോകുന്തോറും സ്കാറ്ററിങ് ക്രോസ് സെക്ഷൻ ഡിക്രീസ് ചെയ്യപ്പെടുന്നു. അതാണ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തേക്കുന്നത്. ഒബ്സർവേഷൻ ആണ് ഗ്രാഫിൽ പ്ലോട്ട് ചെയ്തേക്കുന്നത്. അടുത്ത കോമൺ വേവ് ലെങ്ത് h nu by mc 0 ടെൻഡ് ചെയ്യുന്തോറും ദിസ് ആംഗുലർ ഡിസ്ട്രിബ്യൂഷൻ ബിക്കം സിമിലർ ടു ക്ലാസിക്കൽ തോംസൺ സ്കാറ്ററിങ്. അതായത് കോമൺ സ്കാറ്ററിങ് ഈ h nu by mc 0 ടെൻഡ് ചെയ്യുന്തോറും ക്ലാസിക്കൽ സ്കാറ്ററിങ്ങിലോട്ട് വഴിമാറും, അല്ലെങ്കിൽ കോയിൻസൈഡ് ചെയ്യും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് കാരണമുള്ള സിഗ്മ ഡിസ്കസ് ചെയ്തു. രണ്ടാമത് കോംപ്റ്റൺ എഫക്ട് കാരണമുള്ള ഡിസ്കസ് ചെയ്തു. അടുത്തത് ലാസ്റ്റ് വൺ പെയർ പ്രൊഡക്ഷൻ കാരണമുള്ളത് ഡിസ്കസ് ചെയ്തു. In pair production interaction, the photon interacts with the nucleus such that its energy is converted to matter. That is, the interaction produces a pair of particles like an electron and positron. ഒരു പെയർ പ്രൊഡക്ഷൻ ഇന്ററാക്ഷൻ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു പെയർ ഓഫ് ഇലക്ട്രോൺ ആൻഡ് പോസിട്രോൺ ആർ ജനറേറ്റഡ്. അതായത് ഒരു റേഡിയേഷൻ വന്ന് മാറ്ററിൽ ഇന്ററാക്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഫോട്ടോൺ വന്ന് മാറ്ററിൽ ഇന്ററാക്ട് ചെയ്താൽ ആ ഫോട്ടോണിന്റെ എനർജിയെ മാറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യും. അതായത് ഫോട്ടോണിന്റെ എനർജിയെ മാറ്റർ എന്ന് പറഞ്ഞാൽ ഫോട്ടോണിന്റെ എനർജിയെ ഇലക്ട്രോണും പോസിട്രോണും ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതാണ് പെയർ പ്രൊഡക്ഷൻ ഇന്ററാക്ഷൻ എന്ന് പറയുന്നത്. This process cannot take place in free space because momentum cannot be conserved, but will occur if a third electron is present to absorb recoil momentum. ഈ പെയർ ക്രിയേറ്റ് ചെയ്യുന്ന ഫോട്ടോൺസിന് ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള എനർജി മൊമെന്റം ഉണ്ട്. അപ്പം when a pair is created from the photon, the total energy of the pair must be equal to the original photon energy, which we know is all right. But the total momentum of the pair should also equals to original photon momentum. Since this process can be viewed from any frame of reference, we know it is always possible to find a frame of reference in which total momentum of the pair is 0. നമ്മൾ പല ഫ്രെയിം ഓഫ് റെഫറൻസ് കൺസിഡർ ചെയ്യുമ്പം ഏതെങ്കിലും ഒരു ഫ്രെയിം ഓഫ് റെഫറൻസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഔട്ട്പുട്ടിന്റെ, അതായത് ഇലക്ട്രോണിന്റെയും പോസിട്രോണിന്റെയും കൺസർവേഷൻ ഓഫ് എനർജി എല്ലാ കേസിലും കൺസർവ്ഡ് ആയിരിക്കും. പക്ഷെ കൺസർവേഷൻ ഓഫ് മൊമെന്റത്തിന്റെ കേസിൽ വരുമ്പം ചില ഫ്രെയിം ഓഫ് റെഫറൻസ് കൺസിഡർ ചെയ്യുമ്പോൾ മൊമെന്റത്തിനകത്ത് വെലോസിറ്റി ഉള്ളല്ലോ. വെലോസിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ഇലക്ട്രോണിന്റെയും പോസിട്രോണിന്റെയും ടോട്ടൽ മൊമെന്റം 0 ആയിട്ട് വരും. അതായത് ഇനീഷ്യൽ പ്രൊഡക്റ്റിന്റെ, അതായത് ഫോട്ടോണിന്റെ എനർജി ഓൾവേസ് എ കോൺസ്റ്റന്റ്, പക്ഷെ ഔട്ട്പുട്ട് ആയിട്ടുള്ള ഇലക്ട്രോണിന്റെയും പോസിട്രോൺസിന്റെ എനർജി 0 ആയിട്ട് വരും. അപ്പം മൊമെന്റം കൺസേർവ്ഡ് അല്ല എന്നുള്ള ഒരു സ്ഥിതി വരും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് നേരത്തെ നമ്മൾ ബ്രംസ്റ്റാറിന്റെ കേസിൽ പറഞ്ഞ പോലെ ഒരു മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാൻ പറ്റുന്ന ഒരു പാർട്ടിക്കിൾ, ഒരു തേർഡ് പാർട്ടിക്കിൾ ഉണ്ടെങ്കിൽ വി ക്യാൻ സോൾവ് ദിസ് പ്രോബ്ലം. സോ there must be another particle present which can be manipulated so that the total moment of all particles is conserved before and after the pair production. In that case, ഫ്രീ സ്പേസിൽ നടക്കണമെങ്കിൽ ഉള്ള കണ്ടീഷനാണ് ഞാൻ പറഞ്ഞത്. അതായത് തേർഡ് ഇലക്ട്രോൺ ഇസ് പ്രസന്റ് ആണെങ്കിൽ, ഈ റീകോയിൽ മൊമെന്റ് അബ്സോർവ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു തേർഡ് ഇലക്ട്രോൺ പ്രസന്റ് ആണെങ്കിൽ കൺസർവേഷൻ ലോ ഹോൾഡ് ചെയ്യും.
In that case, cross section is given proportional to z square. അതായത് sigma proportional to z square of the observer. അപ്പൊ ഈ കേസിലുള്ള സിഗ്മയുടെ ഇക്വേഷനും കിട്ടി. ഇക്വേഷൻ ആയിട്ട് ഞാൻ റെപ്രസെന്റ് ചെയ്തിട്ടില്ല. അടുത്ത ഇതിന്റെ കൺവേഴ്സ് ആയിട്ടുള്ള പ്രോസസ് ഇതുപോലെ തന്നെ the positron formed may sometimes disappear by annihilation with an electron. ഈ പോസിട്രോൺ ഉണ്ടാകുന്ന ഇതിന്റെ റിസൾട്ട് ആയിട്ട് ഉണ്ടാകുന്ന പോസിട്രോൺ വേറൊരു ഇലക്ട്രോണുമായിട്ട് അനിലേറ്റ് ചെയ്ത് അതായത് ഡിസപ്പിയർ ചെയ്യപ്പെടും. സോ ദ കൺവേഴ്സ് ഓഫ് എയുടെ കൺവേഴ്സ് എന്ന് പറയുന്നത് ഇ പ്ലസ് ഇ സ്റ്റാർ ഈസ് ഈക്വൽ ടു എച്ച്. അതായത് ഇലക്ട്രോണും പോസിട്രോണും ചേർന്ന ഒരു ഫോട്ടോൺ. ഇതിന്റെ ജസ്റ്റ് കൺവേഴ്സ് ആയിട്ടുള്ള പ്രോസസ് കനോട്ട് ടേക്സ് പ്ലേസ്. അതും ഫ്രീ സ്പേസിൽ നടക്കാൻ പറ്റുകയില്ല. ബട്ട് ക്യാൻ ടേക്സ് പ്ലേസ് വെൻ പോസിട്രോൺസ് ആർ ബ്രോട്ട് ടു റെസ്റ്റ്. പെയർ പ്രൊഡക്ഷൻ നടക്കാനായിട്ട് ഒരു തേർഡ് ഇലക്ട്രോൺ പ്രസന്റ് ആയിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ ഫ്രീ സ്പേസിൽ നടക്കണമെങ്കിൽ. പക്ഷേ അനിലേഷൻ നടക്കണമെങ്കിൽ if it is to be occur in free space, then the positron should be brought to rest. That is annihilation നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന E plus E minus അല്ലെങ്കിൽ ഇലക്ട്രോൺ പ്ലസ് പോസിട്രോൺ gives 2 H. അത്രയേ ഉള്ളൂ. നേരത്തെ ഞാൻ പറഞ്ഞ ഇലക്ട്രോമാഗ്നറ്റിക് ഷവറിന്റെ കേസിൽ പറഞ്ഞത് കുറച്ചുകൂടെ ക്ലാരിഫിക്കേഷൻ വരുത്താനുണ്ട്. ഒരു ഹൈ എനർജി കേസിൽ ഒരു മിനിറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് ഷവർ എന്ന് പറയുന്നത് ഒരു ഹൈ എനർജി കേസിൽ ഞാൻ പറഞ്ഞു പെയർ പ്രൊഡക്ഷൻ ആണ് ഡോമിനന്റ് ആയിട്ടുള്ളത്. അതായത് photons are converted to electron positron pair interacting with the anatomic nucleus or electron in order to conserve momentum. ഈ ഹൈ എനർജി ഇലക്ട്രോൺസും പോസിട്രോൺസും ഫോട്ടോൺസിനെ എമിറ്റ് ചെയ്യുന്ന പ്രോസസ് ആണല്ലോ ക്രംസ്റ്റലൻ. ഈ പെയർ പ്രൊഡക്ഷൻ വഴി ഉണ്ടാകുന്ന ഇലക്ട്രോൺസും പോസിട്രോൺസും ബ്രംസ്റ്റോലൻ റേഡിയേഷനുമായിട്ട് കമ്പൈൻ ചെയ്യുവാണെങ്കിൽ, അതായത് ഇലക്ട്രോൺ പിന്നെ ഒരു പോസിട്രോണുമായിട്ട് അല്ലെങ്കിൽ എമിറ്റ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോൺ പിന്നെ ഒരു ഫോട്ടോണുമായിട്ട് റിയാക്ട് ചെയ്യപ്പെട്ടാൽ ഈ പ്രോസസ്സ് സൈക്കിൾ റിപ്പീറ്റ് ചെയ്യപ്പെടും. സോ ഈ പ്രോസസ്സ് അങ്ങനെ കണ്ടിന്യൂ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അതായത് ഇലക്ട്രോൺ വന്ന് ഫോട്ടോണിൽ ഇരിക്കുന്നു, ഒരു റിസൾട്ട് ആയിട്ടുള്ള റേഡിയേഷൻ എമിറ്റ് ചെയ്യപ്പെടുന്നു. അതായത് റിസൾട്ടന്റെ ഫോട്ടോൺ, റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ ഫോട്ടോണാണ്, ഫോട്ടോൺ എമിറ്റ് ചെയ്യപ്പെടുന്നു. ആ ഫോട്ടോൺ പിന്നെ ഇലക്ട്രോണുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നു. അങ്ങനെ ഈ പ്രോസസ്സ് ഒരു കാസ്കേഡ് ഓഫ് പാർട്ടിക്കിൾസിന് റിസൾട്ട് ചെയ്യപ്പെടും. ഈ കാസ്കേഡ് ഓഫ് പാർട്ടിക്കിൾസ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് ഷവർ എന്ന് ഡിസ്ക്രൈബ് ചെയ്യപ്പെടുന്നു. ഇതിനൊരു ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള റേഡിയേഷൻ ലെങ്ത് എന്ന് പറഞ്ഞൊരു ടേം ഉണ്ട്. അതായത് ഇറ്റ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക് എമൗണ്ട് ഓഫ് മാറ്റർ ട്രാവേഴ്സ്ഡ് ഫോർ ദീസ് ഇന്ററാക്ഷൻസ്. ഈ ഇന്ററാക്ഷൻസിന്റെ കേസിൽ മാറ്ററിൽ എത്ര ലെന്ത് ട്രാവേഴ്സ് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് റേഡിയേഷൻ ലെന്ത്. റേഡിയേഷൻ എത്ര ലെന്ത് മാറ്ററിൽ ട്രാവേഴ്സ് ചെയ്യുന്നുള്ള റേഡിയേഷൻ ലെന്ത് ഇലക്ട്രോമാഗ്നറ്റിക് ഷവേഴ്സിന്റെ കേസിൽ ഒരു ക്യാരക്ടറൈസേഷൻ ആണ്. അതിന്റെ ഗ്രാഫ് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. താങ്ക് യു.